നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അനന്തമൂർത്തി സാർ എന്ന് പറഞ്ഞാൽ ആരാ? സാറിന് ഇവിടെ മാത്രമല്ല പിടിപാടുള്ളത്. സാറിന് ഗൾഫിലൊക്കെ നല്ല പിടിപാടൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അഭിയാണെങ്കിൽ ദേവേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായി അപ്പച്ചി, ആദർശേട്ടൻ്റെ വല്ല വിവരവും കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയുന്നുണ്ട്, ഓ ഒരു വിവരവും കിട്ടിയില്ലടാ, ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ജയിലിൽ നിന്നൊക്കെ ഇപ്പം പെട്ടെന്നൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അബിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് ജലജയുടെ മുഖത്തോട്ടൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനയാണെങ്കിലും നയനയുടെ മുഖത്ത് നോക്കി ചിരിക്കുക. കാര്യം വെച്ചാൽ അവർക്കറിയാലോ ആദർശാണെങ്കിലും ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഇവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ കുറച്ചും കൂടെ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ദേവയാനി നയനയുടെ മുഖത്ത് നോക്കിയൊക്കെ ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ആദർശാണെങ്കിൽ ദേവയാനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ എന്തായാലും അവരെന്നെ നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടിയാണ് നോക്കിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് തളർന്നു പോകുമല്ലോ. അപ്പം നാട്ടിലെ ബിസിനസ് മാത്രമല്ല ഗൾഫിലെയും ബിസിനസ്സൊക്കെ തകർന്നു പോകുമല്ലോ എന്നൊക്കെ അവർ വിചാരിച്ച് കാണുമെന്നൊക്കെ ഇങ്ങനെ ആദർശമാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ ദേവയാനിക്കാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. പിന്നെ കാണിക്കാൻ മുത്തശ്ശനാണെങ്കിൽ കട്ട കലിപ്പിൽ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.